ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാകും. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചായിട്ട് നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും വരുന്നുണ്ട്. നോ എന്ന് പറയും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അംഗീകാരമായി തന്ന ആ പത്മഭൂഷൺ അല്ലേ, എനിക്ക് ശരിക്കും അത് കിട്ടിയിട്ടില്ല, അറിയാൻ പാടില്ല. കാരണം ഞാൻ ഒരു മാവേലിക്ക് ഒരു സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ നൽകി, സന്തോഷമുണ്ട്. ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഇങ്ങനെ ഒരു എണ്ണം ഉണ്ടെന്നോ ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടെന്നോ സത്യമായിട്ടും ഗുരുനാമത്തിൽ എനിക്കറിയില്ല. പലരും ഇതിന്റെ പുറകെ പോകാറുണ്ടെങ്കിലും ഇതുപോലുള്ള അവാർഡുകൾ വളരെ സ്വകാര്യ വ്യക്തികൾക്കും ഗവൺമെന്റിനൊക്കെ വിൽക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടിയുള്ള ശ്രമമോ ഇങ്ങനെ ലഭിക്കുന്നുള്ള വിചാരമോ എനിക്കില്ല. ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. പക്ഷെ ഇത് ലഭിച്ച എന്റെ പിന്നിൽ ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയത് എന്റെ ജനങ്ങളാണ്. അപ്പൊ ഈ അവാർഡ് എന്റെ അവകാശം ഞാനല്ല, ഇവിടുത്തെ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ ജനങ്ങളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് അവർക്കുള്ളതാണ്. പക്ഷെ ഈ അവാർഡ് ഞാൻ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഗുരുവിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അത് മുഖ്യമായി അജണ്ടയായി എഴുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ കിട്ടിയ അവാർഡ് ഗുരുചരണങ്ങളിൽ ഗുരുപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അത് ലഭിക്കുവാൻ പ്രാപ്തരാക്കിയ ബഹുജനങ്ങളെ അവർക്ക് ഇവിടെ അവകാശപ്പെട്ടതാണ്. എനിക്കിന്ന് യാതൊരു അവകാശമില്ല. ഞാനൊരു നിമിത്തമെന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അതൊന്നും ഞാൻ കാണുന്നില്ല. അത് ഇനിയും കിടക്കും. വിവാദങ്ങൾ എന്റെ പുറകെ വേതാളങ്ങളായത്തോളം ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് പോയിക്കൊണ്ടിരിക്കും. ഏതായാലും കരിയോലി വരെ എന്റെ മുഖത്ത് തേക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഉള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്ത് സത്യം പറയുന്നവനെ കരിയോലി വയ്ക്കാനും തേജോവധം ചെയ്യാനും സത്യം പറയുന്നവരെ ജാതിയുടെ പേര് ആദി പറഞ്ഞെന്ന് പറഞ്ഞ് വധിക്കാനും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. കാരണം ഒരുപാട് വിമർശകങ്ങൾ മോനെ ഉണ്ടായിരുന്നു. അവിടെ തൽക്കാലം അവരുടെ മന്മ നൊടിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇരട്ടി ശക്തിയോട് ആ മോനെ മുറിപ്പിച്ചുകൊണ്ട് ഇനിയും അവരെല്ലാം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മം ചെയ്യട്ടെ, ഞാൻ എന്റെ ധർമ്മം ഞാൻ ചെയ്യട്ടെ. ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. എനിക്ക് അവാർഡ് തന്നാലും വാങ്ങില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിൽ അതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അത് ശരിയല്ല. അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പൊ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാരിരുന്നപ്പോ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് ഭരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് എന്നപ്പോൾ. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദനുണ്ട് മരണശേഷം കൊടുക്കുന്ന, ഇപ്പൊ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രസം തോന്നിയത് അദ്ദേഹം ഞാൻ ഒരേ മാസത്തിൽ ചിങ്ങമാസം ജയിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പൊ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ.
എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഈ ആരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല, ഞാനതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന് ശുപാർശ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സംസ്ഥാന ഗവൺമെന്റിന് ശുപാർശ ചെയ്യണോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തുരുമ്പെങ്കിലും എനിക്ക് മനസ്സിലായാല എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സർപ്രൈസ് ആയി. ഇപ്പൊ ഇങ്ങനെ മാവേലിക്കൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ TV കണ്ടത്. ഒരാൾ വിളിച്ചു വരുമ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു. കാരണം ഇതിനൊക്കെ അർഹതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവനല്ല. അതും മാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനെയൊന്നും തിരക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവാർഡിന് വേണ്ടിയിട്ടും ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ എന്നെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള കസേര ഇരുന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ എന്റെ കർമ്മം ചെയ്തു എന്ന് മാത്രമേ. ഇല്ല, കാരണം ഈ എന്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആള് സാറിനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ